ब्रदर्स एंड सिस्टर्स, यदि आज मैं पत्थनमथिट्टा में यहां पर आया हूं तो भारतीय जनता पार्टी के बहुत ही यंग और डायनेमिक लीडर मिस्टर अनिल के एंटनी के लिए वोट मांगने आया हूं। बहनों भाइयों, ही सन ऑफ वेरी सीजन्ड एंड वेटरन लीडर respected Sri A.K. Antony. I was very surprised when I read his statement in the papers where he had said he should lose, he should not win. I have very high regard for his father A.K. Antony ji. പത്തനംതിട്ടയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണിക്ക് വോട്ട് തേടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആന്റണിയോട് വളരെയധികം ബഹുമാനമാണുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ മകൻ തോൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ब्रदर्स एंड सिस्टर्स, ए के एंटनी जी के प्रति मेरे दिल में बहुत बड़ा सम्मान है. ए के एंटनी जी ने डिफेंस मिनिस्टर के रूप में सर्व किया है और इस समय मैं डिफेंस मिनिस्टर के रूप में अपनी जिम्मेदारी इस कंट्री में निभा रहा हूं. मैं कह सकता हूं ए के एंटनी जी के बारे में कि उनकी ऑनेस्टी और इंटीग्रिटी पर कोई क्वेश्चन मार्क नहीं लगा सकता, भले ही वह कांग्रेस में है, लेकिन मैं इस बात को कहना चाहता हूं. और यह सभी के द्वारा एडमायर्ड हैं, सभी के द्वारा उनकी प्रशंसा की जाती है. എ കെ ആന്റണി വളരെ ബഹുമാന്യനാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് വളരെയധികം ബഹുമാനമാണുള്ളത്. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഞാനിപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ബഹുമാന്യനാണ്. അദ്ദേഹത്തെ പറ്റി നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. मैं जानता हूं कि एक एंटनी जी, ही इज द मैन ऑफ प्रिंसिपल. मैं उनकी कंपल्सन्स को समझता हूं. पार्टी का एक डिसिप्लिन लीडर होने के कारण उनके लिए बहुत डिफिकल्ट है कि वह हमारे अनिल एंटनी को सपोर्ट करें. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം अनिल आंटणीയെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്. मैं एंटनी जी की इस कंपल्सन को अच्छी तरह समझ सकता हूं मेरे बहनों भाइयों, क्योंकि उनका एक पॉलिटिकल पार्टी के प्रति कमिटमेंट है. लेकिन हर के बावजूद एंटनी जी से कहना चाहूंगा कि अनिल एंटनी आपके सन हैं. आप उनके फेवर में वोट भले ही न कास्ट करें, आप अनिल एंटनी के फेवर में भले ही कन्वेंसिंग न करें, क्योंकि आप बहुत एक प्रिंसिपल वाले व्यक्ति हैं, लेकिन एक फादर होने के कारण मैं आपसे रिक्वेस्ट करना चाहता हूं, आपकी ब्लेसिंग तो बराबर अनिल एंटनी के साथ होनी चाहिए. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനിൽ ആന്റണിയെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങയുടെ പുത്രനാണ് അനിൽ ആന്റണി. അദ്ദേഹത്തിൻ്റെ മകനാണ്, അദ്ദേഹം അച്ഛനാണ്. തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരം അനിൽ ആന്റണിയോടൊപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. रेस्पेक्टेड ए के एंटनी जी हमारे जस्ट लाइक इल्डर ब्रदर हैं. यदि ए के एंटनी जी हमारे इल्डर ब्रदर हुए तो अनिल एंटनी मेरा नेफ्यू हुआ. एंड आई कैन से अनिल एंटनी इज डूइंग एक्सलेंट जॉब, excellent work in the BJP and has a very bright future. തീർച്ചയായിട്ടും എ കെ ആന്റണിയോട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്.
ശ്രീ അനിൽ ആന്റണി വളരെ മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മഹത്തായിട്ടുള്ള ഒരു ഭാവി ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. इस कंट्री में फॉरवर्ड लुकिंग यदि कोई पॉलिटिकल पार्टी है, मेरे बहनों भाइयों, वह पॉलिटिकल पार्टी है भारतीय जनता पार्टी। हिंदुस्तान का नौजवान यह चाहता है कि भारतीय जनता पार्टी को आगे जाना चाहिए, और वह हिंदुस्तान का नौजवान इस ग्राउंड रियलिटी को भी समझता है कि इस नेशन को पूरे वर्ल्ड में हाइट देने का काम कोई कर सकता है तो केवल बीजेपी कर सकती है। തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വരണം. ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഈ ലോകത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം വേറൊരു പാർട്ടിക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന്. भारतीय जनता पार्टी इस कंट्री के बेटर फ्यूचर के लिए तो काम करती ही है, लेकिन साथ ही एक बेटर फ्यूचर इस देश के नौजवानों का होना चाहिए। इसके लिए फुल्ली डेडिकेटेड कोई एक पॉलिटिकल पार्टी है तो उस पॉलिटिकल पार्टी का नाम है भारतीय जनता पार्टी। ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് വേണ്ടി സമർപ്പിതമായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. एंटनी जी से मैं इतना ही कहना चाहता हूं, आप हमारे एंटनी को एक प्रिंसिपल्ड लीडर होने के कारण भले ही आप सपोर्ट न करें, उन्हें वोट न दें, लेकिन इतना ही आपसे बार बार मैं रिक्वेस्ट करूंगा कि कम से कम ये आपके सन हैं और उनकी आप ब्लेसिंग हासिल करें। और मैं अनिल एंटनी को भी यह सजेस्ट करना चाहूंगा, जिस दिन पोलिंग हो पहला काम यह करना कि अपने फादर के पास जाकर उनका पैर टच करना, उनकी फीट को टच करने के बाद ही तब आप वोट कास्ट करने के लिए जाना। यह मैं अनिल एंटनी को सजेस्ट करना चाहूंगा। തീർച്ചയായിട്ടും ഈ രാജ്യത്ത് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, അനിൽ ആന്റണിയോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, മുതിർന്നവരുടെ പാദം തൊട്ടിട്ട് വേണം വോട്ട് പിടിക്കുവാൻ വേണ്ടി അദ്ദേഹം പോകാനെന്ന്. बहने भाइयों, कल केरला की 3 पब्लिक मीटिंग्स को मैंने एड्रेस किया है, कासरगोड, बड़करा और कन्नूर। केरला की जनता में जो मैंने एक उत्साह मोदी जी के प्रति देखा है, भारतीय जनता पार्टी को देखा है, बहनों भाइयों, मेरा विश्वास पक्का हो गया है कि इस बार केरल में भारतीय जनता पार्टी को डबल डिजिट सीट्स पर विक्ट्री हासिल करने से दुनिया की कोई ताकत नहीं रोक सकती है। ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡും കണ്ണൂരും ആ ജില്ലകളിൽ ഞാൻ പോയിട്ടാണ് വരുന്നത്. ഞാൻ അവിടുത്തെ ജനങ്ങളിൽ ഒരു ഉത്സാഹം കാണുകയുണ്ടായി. അതെന്തിൻ്റെ ഉത്സാഹമാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 ഡിജിറ്റിലുള്ള സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അത് തെളിയിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. बीजेपी लेडी एनडीए गवर्नमेंट ने प्राइम मिनिस्टर मोदी जी के लीडरशिप में 10 वर्षों में, बहनों भाइयों, इस भारत का स्टेचर पूरी इंटरनेशनल कम्युनिटी में बढ़ाने में कामयाबी हासिल की है। അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിക്ഷേപം എന്ന് പറയുന്നത് അഖില ലോക അടിസ്ഥാനത്തിൽ ഏറ്റവും വലുതായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. पहले इंटरनेशनल फोरम पर भारत कुछ बोलता था तो भारत की बातों को जितनी सीरियसली लिया जाना चाहिए इंटरनेशनल कम्युनिटी नहीं लेती थी, लेकिन आज इंटरनेशनल फोरम पर भारत कुछ भी बोलता है तो सारी दुनिया कान खोल कर सुनती है भारत बोल क्या रहा है। यह भारत का स्टेचर सारी दुनिया में बना है। ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ ഭരണാധികാരികൾ അന്താരാഷ്ട്ര തലത്തിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതാരും ശ്രദ്ധിക്കില്ലായിരുന്നു. ഇന്ന് ഭാരതത്തിലെ ഭരണാധികാരി അന്താരാഷ്ട്ര വേദികളിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും വളരെ സാധൂകം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭാരതത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്.
इंडियन इकॉनमी ने पिछले 10 वर्षों में एक हाई जंप लगाई है मेरे बहनों भाइयों। आज के 10 वर्ष पहले हमारा भारत इकॉनमी की साइज के मामले में वर्ल्ड में 11th पोजीशन पर खड़ा था, लेकिन 7-8 वर्षों के अंदर ही हमारे प्राइम मिनिस्टर मोदी जी ने वह करिश्मा कर दिया कि जो भारत पूरे वर्ल्ड में 11th पोजीशन पर खड़ा था, वह जंप लेकर वह 5th पोजीशन पर आ गया है। और सारी फाइनेंशियल फर्म्स, इंटरनेशनल फाइनेंशियल फर्म्स और इकोनॉमिस्ट अब यह दावा कर रहे हैं कि 2027 प्रारंभ होते ही भारत की इकॉनमी को वर्ल्ड की 3rd इकॉनमी बनने से दुनिया की कोई ताकत रोक नहीं सकती। ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിലോ 10 വർഷം മുമ്പ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ലോകത്തിലെ 11ാമത്തെ സ്ഥാനമായിരുന്നു. പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്നതിന് ശേഷം 7-8 വർഷം കഴിഞ്ഞ അവസരത്തിൽ ഏതാണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതുപോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. 2027 ആകുമ്പോഴത്തേക്കും ഭാരതം ഈ ലോകത്തിലെ 3ാം സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം. बहनों भाइयों, पिछले 10 वर्षों में हमारी गवर्नमेंट के ऊपर एक भी करप्शन का चार्ज नहीं लगा है। मैं आपको याद दिलाना चाहता हूं, इसके पहले जब भी यहां पर कांग्रेस की गवर्नमेंट रही है, हर गवर्नमेंट के ऊपर करप्शन के चार्जेज लगे हैं, लेकिन लगातार 10 वर्षों तक काम करने के बावजूद बीजेपी गवर्नमेंट के ऊपर एक भी करप्शन का चार्ज नहीं लगा है। यह है हमारी सरकार, जो कि नीट और क्लीन गवर्नमेंट यदि कोई दे सकता है इस कंट्री को, तो केवल और केवल भारतीय जनता पार्टी दे सकती। 10 വർഷം ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചതിന് ശേഷം ഒരു അഴിമതി ആരോപണം പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെ പേരിലുണ്ടായിട്ടില്ല. നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്നൊക്കെ അവർ ഭരിച്ചിട്ടുണ്ടോ അന്നെല്ലാം തന്നെ അഴിമതിയുടെ കുത്തൊഴുക്കുകളായിരുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ 10 വർഷം ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കുവാൻ സാധിച്ചില്ല. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അർപ്പണബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണത്തിന്റെ ഫലമായിട്ട് വളരെ ശുദ്ധമായിട്ടുള്ള, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ ഭരണം കാഴ്ചവെക്കുവാൻ കേവലം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. अनिल एंटनी के फादर के ऊपर एक भी करप्शन का चार्ज नहीं लगा है। इसलिए फिर से मैं इनके फादर AK एंटनी जी का वेलकम करना चाहता हूं। लेकिन कांग्रेस के बहुत सारे मिनिस्टर्स के ऊपर करप्शन के चार्जेज लगे, यहां तक कि कांग्रेस के मिनिस्टर्स को, कांग्रेस गवर्नमेंट के मिनिस्टर्स को जेल की भी हवा खानी पड़ी थी। बहनों भाइयों, അതുപോലെ തന്നെ അനിൽ ആന്റണിയുടെ പിതാവിനെ പറ്റി എനിക്ക് വളരെയധികം ബഹുമാനമാണ് ഈ കാര്യത്തിലുള്ളത്. അദ്ദേഹം അഴിമതി കാണിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അഴിമതിയിൽപ്പെട്ട് അഴിമതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. राजीव गांधी भारत के प्राइम मिनिस्टर थे। मैं किसी भी प्राइम मिनिस्टर को क्रिटिसाइज कभी नहीं करता हूं, क्योंकि मैं यह मानता हूं प्राइम मिनिस्टर इज द प्राइम मिनिस्टर, ही इज नॉट द इंडिविजुअल बट ही इज द इंस्टीट्यूशन। लेकिन राजीव गांधी जी ने अपनी मजबूरी जाहिर करते हुए कहा था, मैं क्या करूं, ऊपर से 100 पैसा भेजता हूं, लेकिन बामुश्किल 14 पैसा लोगों की पॉकेट में पहुंच पाता है, 86 पैसा यह करप्शन की भेंट चढ़ जाता है। രാജീവ് ഗാന്ധി അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരു പ്രധാനമന്ത്രിയെ പറ്റി മോശം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു വ്യക്തിയല്ല, സ്ഥാപനമാണ്. അദ്ദേഹം അഴിമതിയെ പറ്റി പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യുവാൻ സാധിക്കും, ഞാൻ മുകളിൽ നിന്ന് വിടുന്നു 100 പൈസ വിട്ടുകഴിഞ്ഞാൽ, താഴോട്ട് വിട്ടുകഴിഞ്ഞാൽ 14 പൈസയാണ് ജനങ്ങളിലെത്തുന്നത്. 86 പൈസയും അഴിമതിയുടെ ഭാഗമായിട്ട് അപ്രത്യക്ഷമാകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. इस चैलेंज को यदि पहली बार किसी ने इंडिया में स्वीकार किया है तो हमारे प्राइम मिनिस्टर मोदी ने स्वीकार किया है। उन्होंने जनधन
मोबाइल और आधार की एक ऐसी ट्रिनिटी बना दी कि बहनों भाइयों, आज दिल्ली के बैंक से 100 पैसा चलता है तो 100 का 100 पैसा आपकी पॉकेट में पहुंचता है। करप्शन भाषण देकर, करप्शन स्पीच देकर समाप्त नहीं किया जा सकता। करप्शन यदि समाप्त किया जा सकता है तो सिस्टम में चेंज लाकर करप्शन को मिनिमाइज किया जा सकता है। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് അന്ത്യം വരുത്തിയത്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ജൻധനും അതുപോലെ തന്നെ ആധാർ, അതുപോലെ തന്നെ മൊബൈല്, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡൽഹിയിൽ നിന്ന് 100 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ 100 പൈസ തന്നെ കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ ഒരു സംവിധാനത്തിലുള്ള മാറ്റമുണ്ടാക്കണം. ആ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. भारत दुनिया का ऐसा देश है जहां पर कि डिजिटल ट्रांसफॉर्मेशन बड़ी तेजी के साथ हुआ है। बहनों भाइयों, हमारे यहां 5G तेजी के साथ रोल आउट हो रहा है और 6G का प्लान हम लोगों ने तैयार कर लिया है। और मैं यह कह सकता हूं कि आज भारत दुनिया का पहला देश है कि जहां यूपीआई के माध्यम से डिजिटल ट्रांजैक्शन पूरे वर्ल्ड में जितना होता है उसका 46% केवल और केवल इंडिया में होता है। ഈ രാജ്യം ഡിജിറ്റൽ രംഗത്ത് കുതിച്ചു കയറുകയാണ്. നിങ്ങൾക്കറിയാം, 6G നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. യുപിഐയുടെ അടിസ്ഥാനത്തിലുള്ള ആ ട്രാൻസ്ഫർ നടക്കുന്ന അവസരത്തിൽ ലോകത്തിൽ മുഴുവൻ നടക്കുന്ന ആ ട്രാൻസ്ഫറിൽ 46% ഭാരതത്തിലാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. पहले भारत में बहनों भाइयों 92% मोबाइल हम इंपोर्ट करते थे, दुनिया के दूसरे देशों से मंगाते थे। आज भारत मोबाइल की मैन्युफैक्चरिंग कर रहा है और 92% मोबाइल वर्ल्ड की दूसरी कंट्रीज को एक्सपोर्ट करने का काम कर रहा है। यह है हमारा भारत। സുഹൃത്തുക്കളെ, നേരത്തെ നമുക്ക് ആവശ്യമുള്ള മൊബൈലിൽ 92% ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ മൊബൈൽ ഉൽപ്പാദിപ്പിച്ചിട്ട് 92% ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഇതാണ് ഭാരതത്തിന്റെ പടിപടിയായിട്ടുള്ള വികസനത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. इस वर्ल्ड की सबसे क्रेडिबल पार्टी, सबसे विश्वसनीय, सबसे क्रेडिबल पॉलिटिकल पार्टी यदि कोई है तो भारतीय जनता पार्टी है। हमारे इलेक्शन मैनिफेस्टो को उठाकर कोई देख ले, इलेक्शन मैनिफेस्टो में पहले भी जो हम लोगों ने कहा है उसको हम लोगों ने किया है। हम लोगों ने आर्टिकल 370 जम्मू कश्मीर की समाप्त करने की बात कही थी। पार्लियामेंट में क्लियर मेजॉरिटी मिलने के बाद ही हम लोगों ने चुटकी बजाकर आर्टिकल 370 को बहनों भाइयों समाप्त कर दिया और अपने कमिटमेंट को हमने पूरा किया है। ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ വിശ്വസനീയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. നമ്മുടെ പ്രകടന പത്രികയിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 370 വകുപ്പ് റദ്ദു ചെയ്യുമെന്ന്. എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതിന് ശേഷം ആ 370 വകുപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. हमने सिटीजनशिप अमेंडमेंट एक्ट पास करने की बात कही थी, हम सीए लाएंगे और ये हमारा कमिटमेंट था और इस कमिटमेंट को भी हम लोगों ने पूरा किया है। लेकिन मैं यह बतलाना चाहता हूं, यह सिटीजनशिप अमेंडमेंट एक्ट किसी की भी सिटीजनशिप लेने वाला नहीं है, बल्कि लोगों को सिटीजनशिप देने वाला यह एक्ट है। लेकिन कांग्रेस के लोग, हमारे ये सीपीएम के लोग कॉमन मैसेज में कंफ्यूजन क्रिएट करने की कोशिश कर रहे हैं। അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭേദഗതി കൊണ്ട് ആരുടെയെങ്കിലും ആ പൗരത്വം നമ്മൾ റദ്ദാക്കാനല്ല ആഗ്രഹിക്കുന്നത്, പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. राम मंदिर बनाने का भी हमारा कमिटमेंट था बहनों भाइयों। राम मंदिर अयोध्या की धरती पर बन गया, राम मंदिर वहां खड़ा हो गया, उसकी प्राण प्रतिष्ठा हो गई। അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നതാ നമുക്ക് കാണുവാൻ സാധിക്കും അയോധ്യയിൽ രാമക്ഷേത്രം പണിത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. और मैं आपको यह भी बतलाना चाहता हूं, हमारी पॉलिटिकल पार्टी कास्ट, क्रीड और रिलीजन के बेसिस पर कोई डिस्क्रिमिनेशन करने वाली पॉलिटिकल पार्टी नहीं है। അതുപോലെ हम लोग पॉलिटिक्स करते हैं तो हम लोग केवल गवर्नमेंट बनाने के लिए पॉलिटिक्स नहीं करते, हम पॉलिटिक्स करते हैं तो नेशन बिल्डिंग के लिए पॉलिटिक्स करते हैं। അതുപോലെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഈ പാർട്ടി ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദഭാവം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. पंडित जवाहरलाल नेहरू थे, वह भी बराबर यही दावा करते रहे कि हम आएंगे, पॉवर्टी हटाएंगे। इंदिरा जी आई, वह भी कहती रहीं हम आएंगे, पॉवर्टी हटाएंगे। राजीव गांधी जी भी आए, वह भी कहते रहे हम पॉवर्टी भारत से मिटाएंगे। लेकिन बहनों भाइयों, कोई पॉवर्टी को मिनिमाइज भी नहीं कर पाया। पहली बार इंडिपेंडेंट इंडिया में 25 करोड़ लोगों को पॉवर्टी लाइन से ऊपर लाने में किसी ने सक्सेस हासिल की है तो उस शख्स का नाम है नरेंद्र मोदी। ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ദിരാഗാന്ധിയും അത് തന്നെ പറഞ്ഞു, രാജീവ് ഗാന്ധിയും പറഞ്ഞു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന്. പക്ഷേ അവർക്കാർക്കും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ സാധിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ദാരിദ്ര്യം ഇല്ലാതാക്കുവാനുള്ള ശ്രമം അത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അദ്ദേഹം ആദ്യമായിട്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധിച്ചത്. हमारे जो पॉलिटिकल अपोनेंट्स हैं, इनके पास कोई इशू नहीं है, इसीलिए भारतीय जनता पार्टी के ऊपर रिलीजन के बेसिस पर डिस्क्रिमिनेशन का बार बार आरोप लगाते हैं। और मैं आपको याद दिलाना चाहता हूं, अरब मुस्लिम कंट्री है, अरब के 5 कंट्रीज ने उनके यहां का जो सबसे बड़ा सम्मान होता था, वह सम्मान यदि किसी को दिया है तो भारत के प्राइम मिनिस्टर नरेंद्र मोदी जी को दिया है। അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങള് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ട് എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ 5 മുസ്ലിം രാജ്യങ്ങള്, അറബ് രാജ്യങ്ങള് അവരുടെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ആ സമ്മാനങ്ങള് നരേന്ദ്രമോദിക്കാണ് കൊടുത്തത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് 5 അറബി രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ ബഹുമതി നൽകിയത്. हमारी पॉलिटिक्स का बेस रिलीजन बेसिस पर डिस्क्रिमिनेशन नहीं है, बल्कि जस्टिस, यह हमारी पॉलिटिक्स का आधार है। इंसाफ और जस्टिस और ह्यूमैनिटी, यही हमारे पॉलिटिक्स का आधार है। നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നീതിയുടെ അടിസ്ഥാനത്തിലാണ്, സമത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. आप लोगों ने देखा होगा पिछले 10 वर्षों में भारत के साइंटिस्ट ने करिश्मा किया है। 10 सालों में हम मंगलयान के माध्यम से मंगल पर पहुंच गए। हमारा चंद्रयान 3 यह चंद्रमा के साउथ पोल पर लैंड करने में कामयाब हो गया और हम वर्ल्ड की पहली कंट्री बने हैं जो कि चंद्रमा के मून के साउथ पोल पर हम अपना लैंडर उतारने में कामयाब हुए हैं। അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് കഴിവുള്ളവരാണ്. നമ്മൾ ചന്ദ്രയാൻ മംഗൾയാൻ 3 എന്ന പേരിൽ ആ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ലാൻഡർ ഇറങ്ങുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഈ ലോകത്ത് ഒരേ ഒരു രാഷ്ട്രത്തിന് മാത്രമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് അങ്ങനെ ലാൻഡ് ചെയ്യുവാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. बहनों भाइयों, आदित्ययान यह हमारे सूरज के नजदीक पहुंच गया है। अब भाजपा 5 वर्षों में गगनयान की लॉन्चिंग करने जा रही है। അതുപോലെ തന്നെ
ഭാരതം ആ സൂര്യ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ 5 വർഷത്തിനുള്ളിൽ സഫലമാകുക തന്നെ ചെയ്യും. ब्रदर्स एंड सिस्टर, सबकी लॉन्चिंग हो रही है, लेकिन कांग्रेस पार्टी के यंग लीडर की लॉन्चिंग पिछले 20 वर्षों में नहीं हो पाई है. कांग्रेस पार्टी का राहुल यान न तो लॉन्च हो पा रहा है और न तो कहीं लैंड कर पा रहा है. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ നേതാവ് എങ്ങും ലോഞ്ചിങ് തുടങ്ങിയിട്ടില്ല, എങ്ങും എത്തിച്ചേർന്നിട്ടില്ല, എങ്ങും അത് ലാൻഡ് ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ അവസ്ഥ ഇതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. राहुल जी उत्तर प्रदेश से माइग्रेट करके केरल आ गए हैं. पिछली बार वह अमेठी, रायबरेली, उत्तर प्रदेश में चुनाव हार गए थे. मेरे बहनों भाइयों, इस बार अमेठी से लड़ने की वह हिम्मत नहीं कर पा रहे हैं, लेकिन इस बार वायनाड की जनता ने भी, मुझे जो खबर मिली है, मन बना लिया है कि इस बार हम राहुल जी को अपना मेंबर ऑफ पार्लियामेंट नहीं बनाएंगे. और आपने देखा कि एलडीएफ ने भी उनके खिलाफ अपना कैंडिडेट उसी कॉन्स्टिट्यूएंसी में फील्ड कर दिया. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അമേഠിയിൽ അദ്ദേഹം തോറ്റിരിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ മത്സരിക്കുവാൻ ധൈര്യമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്രാവശ്യം ഈ രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തുനിന്നും ജയിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. कांग्रेस और लेफ्ट यहां आकर लड़ते हैं, लेकिन दिल्ली में जाकर या फिर मिल जाते हैं. या देश की जनता के आंखों में धूल झोंकने का काम करते हैं, या देश की जनता को धोखा देते हैं, देश की जनता को यह गुमराह करने की कोशिश करते हैं. ഈ രാഹുൽ ഗാന്ധിയെ ഈ LDF-കാര് പിന്തുണയ്ക്കുന്നവരാണ്. കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ LDF-കാരും ഇവിടെ മത്സരിക്കുന്നു എന്ന് അഭിനയിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. പക്ഷേ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സൗഹൃദത്തിലാണ്. ഇവർ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. बहनों भाइयों, केरल की गवर्नमेंट, मैं जानता हूं कि इस केरल की गवर्नमेंट पर बहुत सारे करप्शन के चार्जेज हैं. कोऑपरेटिव स्कैम भी यहीं पर हुआ है. और मैं आपको यकीन दिलाना चाहता हूं कि हमारे कम से कम डबल डिजिट में मेंबर ऑफ पार्लियामेंट को आप जिताकर पार्लियामेंट में भेजिए. जो भी करप्शन के चार्जेस इस गवर्नमेंट पर लगे हैं, उसकी प्रॉपर इंक्वायरी हमारी सेंट्रल गवर्नमेंट कराएगी. അതുപോലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ സർക്കാർ അഴിമതികൾ നിറഞ്ഞ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കോ. യാതൊരു അഴിമതിയുടെയും ആ ചരിത്രമില്ലാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. जहां एक बार जिस स्टेट ने कांग्रेस और कम्युनिस्ट को अपने हाथ से एग्जिट दे दिया है, फिर दोबारा वहां पर कांग्रेस और लेफ्ट की एंट्री किसी भी सूरत में नहीं हो पाई. അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഏതെങ്കിലും സംസ്ഥാനത്ത് പരാജയമേറ്റിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല, അവിടെ ജയിച്ചതായിട്ട് കാണുവാൻ സാധിക്കില്ല. आपकी नेबरिंग स्टेट तमिलनाडु है. तमिलनाडु में कांग्रेस ने लास्ट विक्ट्री जो उसे मिली थी 1962 में मिली थी. यूपी, गुजरात, बिहार में भी कांग्रेस 4 डिकेड पहले अपना लास्ट इलेक्शन जीता था. और उड़ीसा में भी कांग्रेस 3 डिकेड से सरकार के बाहर है. देश के अधिकांश राज्यों में आज का कांग्रेस का एक भी मेंबर ऑफ पार्लियामेंट नहीं है. इसी समय इसी तरह त्रिपुरा और वेस्ट बंगाल में भी लेफ्ट पार्टियों का ही बोलबाला था, उन्हीं का वर्चस्व था. लेकिन एक बार जनता ने त्रिपुरा और बंगाल से लेफ्ट पॉलिटिकल पार्टीज को एग्जिट डोर दिखा दिया, तो फिर सत्ता में उनके लिए नो एंट्री भी हो गई. कारण साफ था, जो लोग जान गए थे कांग्रेस और लेफ्ट पार्टियां आम जनता के वेलफेयर के लिए कुछ नहीं कर सकती हैं. നിങ്ങളുടെ ഈ
അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് കോൺഗ്രസ് അവസാനമായിട്ട് ജയിച്ചത് 1962-ലാണ്. അതുപോലെ തന്നെ UP-യിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ബീഹാറിലും കോൺഗ്രസ് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ജയിച്ചത്. അതിനുശേഷം അവിടെ ജയിച്ചിട്ടില്ല. അനേകം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു MP പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഭാരതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ ജനങ്ങൾ അവരെ അവിടുന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ന് ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് കടന്നു ചെല്ലാൻ വയ്യാത്ത അവസ്ഥയാണെന്നുള്ളത്. ब्रदर्स एंड सिस्टर्स, लेफ्ट पार्टी और कांग्रेस एक दूसरे के इरटा हैं, एक दूसरे के इरटा हैं, और अब केरल में भी इनका गेम ओवर होने वाला है. कांग्रेस और लेफ्ट पॉलिटिकल पार्टी दोनों का देश विरोधी स्वरूप जनता के सामने आ गया है. जहां कांग्रेस पार्टी आज सर्जिकल और एयर स्ट्राइक का जनता से सबूत मांगती है. हमारे देश की सेना के जवानों पर उनका विश्वास नहीं है. അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ LDF-കാരും ഇരട്ടകളാണ്. ഇരട്ട എന്നുള്ള മലയാളം വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഇവിടുത്തെ ജനങ്ങൾ അവരുടെ കാപട്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ ഒരേ രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കറിയാം. ഈ കോൺഗ്രസ് പാർട്ടിക്ക് जनങ്ങളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ब्रदर्स एंड सिस्टर्स, केरला की एक अपनी ग्रेट ट्रेडिशन है, केरला का एक अपना कल्चर है, और मैं जानता हूं केरला के सिटीजन्स बहुत ही प्रोग्रेसिव हैं. ये अच्छा सोचने वाले लोग हैं और ये दूर के सोचने वाले लोग केरल के हैं. जबकि कांग्रेस और LTF लास्ट सेंचुरी की पुरानी सोच से भी ज्यादा पुरानी सोच रखने वाली ये पॉलिटिकल पार्टी है. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ സാംസ്കാരികമായിട്ട് മുന്നേറുന്നവരാണ്. അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്. വളരെ മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്. പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നൂറ്റാണ്ടുകളുടെ പിന്നിലുള്ള ചിന്തയുമായിട്ട് വളരെ പിന്തിരിപ്പൻ ചിന്തകളുമായിട്ടാണ് അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. और कांग्रेस पार्टी अभी तक 19th सेंचुरी की थिंकिंग के साथ चल रही है, और LDF भी एक आउटडेटेड आइडियोलॉजी पर डिपेंडेंट है. जहां से कम्युनिज्म का ओरिजिन हुआ वहां से अब कम्युनिज्म समाप्त हो गया. दूसरी बात, इन दोनों पार्टियों का कल्चर भी केरला के ग्रेट कल्चर से मैच नहीं करता है. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് 19ാം നൂറ്റാണ്ടിലെ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് കാലകരണപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആശയത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ആശയങ്ങൾ കാലകരണപ്പെട്ടതാണ്. അതിപ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. यह OBC के भी विरोधी हैं. जब OBC कमीशन को कॉन्स्टिट्यूशनल स्टेटस देने की बात आई, हम लोगों ने फैसला किया, इन लोगों ने OBC कमीशन को कॉन्स्टिट्यूशनल स्टेटस दिए जाने का भी विरोध किया था. ഒരു കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പിന്നോക്ക കമ്മീഷൻ OBC കമ്മീഷന് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള അധികാരങ്ങൾ കൊടുത്ത അവസരത്തിൽ ഈ രണ്ട് മുന്നണികളും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ അധികാരങ്ങൾ OBC കമ്മീഷന് കൊടുക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. बहनों भाइयों, पिछले 10 वर्षों में हमने देश के हर क्षेत्र में सोसाइटी के हर सेक्शन के लिए जितना अधिक से अधिक कर सकते थे हम लोगों ने करने का काम किया है. आप जानते हैं, हम युद्ध के बीच फंसी हुई हमारी यहाँ की जो नर्स सिस्टर थी, उनको इराक से भारत लाने का काम यदि किसी ने किया है तो हमारे प्राइम मिनिस्टर मोदी ने किया. കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ ഭാരതത്തിന് വേണ്ടി നരേന്ദ്രമോദി ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അതിൽ കുടുങ്ങിപ്പോയ നേഴ്സുമാരെ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ കഴിവിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. ब्रदर्स एंड सिस्टर्स, आप जानते हैं पिछले 2 साल से रशिया और यूक्रेन के बीच वार चल रहा है. लेकिन जब रशिया और यूक्रेन का वार प्रारंभ हुआ था, उस समय बहुत सारे इंडिया के बच्चे इंजीनियरिंग का कोर्स कर रहे थे, मेडिकल का कोर्स कर रहे थे, मैनेजमेंट का कोर्स कर रहे थे. उनके फादर मदर, उनके गार्जियन
जो इंडिया में रहते थे उन्हें इस बात की चिंता हुई कि कहीं हमारे इन बच्चों की जान न चली जाए, क्योंकि दोनों तरफ से मिसाइल चल रहे थे। इसलिए एक डेलीगेशन जिनके बच्चे यूक्रेन में पढ़ते थे, उनका डेलीगेशन उनके फादर मदर का प्राइम मिनिस्टर से मिला। प्राइम मिनिस्टर से उन्होंने रिक्वेस्ट की, साहब चाहे जैसे भी हो हमारे बच्चों को यूक्रेन से आप बाहर निकालिए, नहीं उनकी जिंदगी को खतरा बना हुआ है। मेरे बहनों भाइयों, प्राइम मिनिस्टर ने चटपट रशिया के प्रेसिडेंट मिस्टर पुतिन से बात की और यूक्रेन के प्रेसिडेंट मिस्टर जेलेंस्की से बात करी। 4.5 आवर्स के लिए रशिया यूक्रेन वार रुक गया और मोर देन 22,000 इंडियन स्टूडेंट भारत आ गए। यह है भारत की ताकत। അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷ കാലഘട്ടമായിട്ട് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് വേണ്ടി, മെഡിസിന് വേണ്ടി, മാനേജ്മെന്റ് സ്റ്റഡീസിന് വേണ്ടി അവിടെ പോയിരുന്നു. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. യുദ്ധമുണ്ടായ അവസരത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് വളരെയധികം മനോവിഷമമുണ്ടായി. കാരണം തങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ഒരു ഡെലിഗേഷൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയോട് പറഞ്ഞു, പ്രിയമുള്ള പ്രധാനമന്ത്രി, ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കണം, കാരണം അവരുടെ ജീവന് കുഴപ്പമുണ്ടാകരുതെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജി റഷ്യൻ പ്രസിഡന്റ് പുടിനോടും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും സംസാരിച്ചു. 4.5 മണിക്കൂർ സമയം യുദ്ധം നിർത്തിവെച്ചു. നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈല് പൊയ്ക്കൊണ്ടിരുന്നതാണ്, വെടിവയ്പ് നടന്നുകൊണ്ടിരുന്നതാണ്. 4.5 മണിക്കൂർ യുദ്ധം നിർത്തിവെച്ചിട്ട് ഭാരതത്തിന്റെ 20,000 കുട്ടികളെ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുകയുണ്ടായി. बहनों भाइयों, हमारी मोदी गवर्नमेंट पर फास्ट एलिगेशंस लगाते हुए यहां की गवर्नमेंट सुप्रीम कोर्ट गई थी। सुप्रीम कोर्ट ने इनको फटकारा और कहा कि केरल की फाइनेंशियल क्राइसिस के लिए यदि कोई रेस्पॉन्सिबल है तो वहां की गवर्नमेंट रेस्पॉन्सिबल है, सेंट्रल गवर्नमेंट रेस्पॉन्सिबल नहीं है। അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു, കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, കേന്ദ്ര സർക്കാരിനല്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. बहनों भाइयों, यदि यहां पर केरल में कांग्रेस और लेफ्ट अभी एक मजबूत नहीं हो सकते, क्योंकि इनके रहने पर यहां का डिस्ट्रक्शन होने वाला है, इसलिए हम आपसे अपील करने आए हैं, कम से कम हमको ताकत दीजिए और इतनी ताकत दीजिए कम से कम इन्हें चेक कर सकें हम, और अगली बार यहां पर भी हम बीजेपी की गवर्नमेंट बना सकें और यहां के जनता के वेलफेयर के लिए हम बहुत सारे काम कर सकें। സുഹൃത്തുക്കളെ, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ശക്തി നൽകൂ. ഈ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സർക്കാർ വരത്തക്ക രീതിയിലുള്ള ശക്തി നൽകണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ നിലവിൽ വരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. आज पॉलिटिकल एनालिस्ट यह कह रहे हैं इस बार केरल के चुनाव में डबल डिजिट के साथ बीजेपी ग्रैंड ओपनिंग कर सकती है, यह उनका विश्वास है. അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പില് കേരളത്തില് 2 അക്കത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ മഹത്തായിട്ടുള്ള മുന്നേറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് പറയുന്നത്. और आपने हमको डबल डिजिट में विक्ट्री इस बार पार्लियामेंट के चुनाव में दे दी, तो आपको यकीन दिलाना चाहता हूं कि भारतीय जनता पार्टी की गवर्नमेंट LDF और UDF के विशियस साइकिल से हम केरला को निश्चित रूप से बाहर निकालेंगे और केरला का डेवलपमेंट हम तेजी के साथ करेंगे. അതുപോലെ ഈ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾക്ക് ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുകയാണ്. LDFന്റെയും അതുപോലെ തന്നെ ഈ UDFന്റെയും കാപട്യ രാഷ്ട്രീയത്തിന്
തുറന്നു കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്, അതിനുവേണ്ടി ഉറപ്പ് നൽകുകയാണ്. इसलिए मैं आप लोगों से अपील करने आया हूं कि अनिल एंटनी के फेवर में आप अपना कमल का फूल लोटस इसके फेवर में आप वोट कास्ट करें और अनिल एंटनी को जिताकर आप एज ए मेंबर ऑफ पार्लियामेंट में भेजें। यह मैं आपसे अपील करना चाहता हूं, क्योंकि आपने देखा बीजेपी ज्वाइन करते ही अनिल एंटनी को भारतीय जनता पार्टी ने बहुत सम्मान दिया है, क्योंकि यह देखा है कि अनिल एंटनी हाईली एजुकेटेड और एक डायनेमिक लीडर है और केरल का नहीं कभी यह इंडिया का भी फ्यूचर हमारा अनिल एंटनी बन सकता है। അതുപോലെ തന്നെ ഇവിടെ വരാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ വന്നത് അനിൽ ആന്റണിയെ താമര ചിഹ്നത്തിൽ ഞങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, അനിൽ ആന്റണി BJPയിൽ ചേർന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവാണ്. തീർച്ചയായിട്ട് അദ്ദേഹത്തിന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ब्रदर्स एंड सिस्टर्स, यदि अनिल एंटनी यहां से जीतकर पार्लियामेंट जाते हैं तो मैं आपको एश्योर करना चाहता हूं, इस कॉन्स्टिट्यूएंसी की पब्लिक का वेलकम करने के लिए मैं दोबारा आऊंगा और आप सभी लोगों का मैं स्वागत करूंगा, आप सभी का मैं अभिनंदन करूंगा. आप सबको बहुत बहुत धन्यवाद. അനിൽ ആന്റണി ഇവിടെ വന്ന് ജയിക്കുകയാണെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ പാർലമെന്റിൽ വിടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്വീകരണത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നതിനായിട്ട് BJPയുടെ നാഷണൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് രാമനാഥ് സാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.